അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ദുബായ് ഹാർബറിൽ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ കപ്പലിൽ കയറാനുള്ള പരിപാടിയാണ്. ഇതാണ് കപ്പല്. നമ്മൾ കയറും. ബിൽഡിങ് പോലെ ഉണ്ടല്ലേ കാണാൻ. ഇവിടെ വീഡിയോസ് അല്ല അവിടെ അല്ലേ? അങ്ങനെ ഒന്നുമില്ലല്ലോ. എടാ വീഡിയോസ് അല്ല അവിടെ അല്ലേ? അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ റിസപ്ഷനിൽ അവിടെ പോയിട്ട് നമ്മളുടെ എന്താ പറയുക പാസ്പോർട്ടും എമിറേറ്റ്സ് ഐഡിയൊക്കെ കാണിച്ചു കൊടുക്കണമായിരിക്കും. അപ്പോൾ അവർ നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ഒരു എൻട്രി തരുള്ളൂ. അപ്പോൾ മുൻകൂട്ടി നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഓൾറെഡി ഒരു ആഴ്ച മുന്നേ തന്നെ ബുക്ക് ചെയ്യണം. അപ്പോഴാണ് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. അങ്ങനൊരു ഇതുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കപ്പൽ എന്ന സാധനം ഞാൻ ആദ്യമായിട്ടാണ് കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തിയ വലിയ സാധനം ഐഡയിലാണ് ഇപ്പോൾ നമ്മൾ പോകാനുള്ള പരിപാടി. ഇതാണ് ഷിപ്പ്. ഇതാണ് ആള്. ഇവൻ്റെ അളിയതിൽ ചെഫായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പം അതിൽ പോകാനുള്ള പരിപാടി. അവൻ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണാം. വലിയ സാധനം. നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കപ്പൽ. നമ്മളിതാ കപ്പലിൻ്റെ ഉൾവശത്തേക്ക് എൻട്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കപ്പൽ. വലിയ സാധനം. മാള. ഇതെന്താ സംഭവം? ഡിസ്ക്. ഇതാണ് കപ്പലിൻ്റെ ഉള്ളിലെ പപ്പ് എന്നുവെച്ചാല് എന്താണല്ലേ, കണ്ടില്ലേ? ആഡംബര കപ്പലാണ് ഐഡ. ഞാൻ ആദ്യമായിട്ടാണ് കപ്പലിൽ കയറുന്നത്. പക്ഷെ ഇത്രയും സുന്ദരമാണെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. എന്ന് വെച്ചാൽ കപ്പലിൻ്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് വെച്ചാൽ ഇതൊരു ഡിസ്കോ ഫ്ലോറാണ്. എന്ന് വെച്ചാൽ നൈറ്റിലൊക്കെ ഗസ്റ്റുകൾക്ക് അവിടുത്തെ ഒരു ബാറ് പോലെ. അപ്പോൾ ഇതിപ്പോൾ ഓണല്ല, നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ടൈമിൽ ഓണമൊന്നുമല്ല. പക്ഷെ യാത്ര ചെയ്യുമ്പോൾ ഇത് ഓണായിരിക്കും. ഇതാണ് കപ്പലിൻ്റെ ഉള്ളിൽ. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കപ്പലിലേക്ക് ഒരാഴ്ച ഒരു ട്രിപ്പ് ചെയ്യണം. നൈറ്റൊക്കെ ഡാൻസ് എല്ലാം കളിച്ച്. അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് വന്നിട്ടാ. അപ്പോൾ മേലെ കയറിയപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതലും ജർമ്മനിയിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകളാണ്, ജർമ്മൻകാരാണ് കൂടുതലുള്ളത്. എന്നുവെച്ചാൽ ഫുൾ വൈറ്റ് പീപ്പിളാണ് ഉണ്ടായിരുന്നത് അതിൽ. നമ്മളിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഷിപ്പിൻ്റെ ഉള്ളിലെ ജിമ്മിലെത്തി. ജിമ്മിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് എക്സസൈസ് ചെയ്യണമെങ്കിൽ അവിടെ പോയിട്ട് ഇങ്ങനെ ലോഡ് മെഷീനറീസ് ഉണ്ട്. പിന്നെ യോഗ, അങ്ങനത്തെ കുറേ സെറ്റപ്സും കാര്യങ്ങളുള്ള വേറൊരു റൂം. ഇതിങ്ങനെ നേരെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇതിങ്ങനെ അവസാനിക്കുന്നില്ല ഗായ്സ്. ഇത് മൊത്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഫുൾ ജിമ്മാണ്. അത്രയും സ്ക്വയർ ഫീറ്റിൽ ഒരു വലിയ ജിം ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ കണ്ട് നല്ല രസമുണ്ട്. ഇതുവരെ ഈ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ വേറെ ഈ ഗ്രൂപ്പ് സെഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. ആളുകൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിട്ട് ഒരു ട്രെയിനർ ചെയ്ത് കൊടുക്കും. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് മൊത്തം ടോട്ടലി. പിന്നെ ഞങ്ങൾ അടുത്തുള്ള വേറെ ഇതിൻ്റെ ഉള്ളിലേക്ക് വേറൊരു ക്യാബിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ അവിടെ മൊത്തം ഒരു ഒപ്പേര ഹൗസ് എന്നൊക്കെ പറയില്ലേ, ഇംഗ്ലീഷുകാരുടെ ഇതിലുള്ളതാണ് കൂടുതലും. ഈ നാടകങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഉള്ള ആ ഒരു സ്റ്റേജും പിന്നെ കുറേ ആൾക്കാർ ഇരിക്കാനുള്ള സ്ഥലവും
പിന്നെ ആ സൈഡ് ക്യാബിനിലൂടെ നടക്കുമ്പോൾ ഇതന്നെ കൂടുതലും റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും എന്ന് വെച്ചാൽ സൈഡിലൊക്കെ പേ ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്നതും പിന്നെ ഷിപ്പിലുള്ള ബുഫേ ടൈപ്പ് ഓഫ് സിസ്റ്റമുള്ള റെസ്റ്റോറൻറ്റ്സും. അപ്പോൾ അവിടെ ഒരു മാർക്കറ്റ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കണ്ടപ്പോൾ അവിടെ കയറിയപ്പോൾ ഇതെന്ന് വെച്ചാൽ അവിടുത്തെ ആളുകൾക്ക് സാധനം വാങ്ങാനുള്ളതൊന്നല്ല കേട്ടോ. അതെന്ന് വെച്ചാൽ അവിടെയുള്ള ആളുകൾക്ക് അത് എപ്പോഴും വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ നോ പ്രോബ്ലം എന്നാണ് അവിടുത്തെ ആൾ പറഞ്ഞത്. പിന്നെ നമ്മൾ സ്റ്റെയർ കേസൊക്കെ കയറി എല്ലാം അവിടെ ഇവിടെയൊക്കെ കണ്ട് അളിയൻ നല്ലൊരു സപ്പോർട്ടായിരുന്നു. നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും കപ്പലിനെ കുറിച്ചുള്ള കാര്യങ്ങളും അത് ഇതും എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിച്ചെന്ന്. അപ്പോൾ ഒരുപാട് സ്ഥലം ഇട്ടൊക്കെയാണ് ഇത്. ടോട്ടലി എനിക്ക് തോന്നുന്നു 15 ഫ്ലോറാണ്. ഇല്ല, നമ്മൾ പുറത്തേക്ക് വന്ന് വീണ്ടും ബാൽക്കണിയിൽ വന്നപ്പോൾ ആണ് മോനെ ദുബായ് ഹാർബർ മൊത്തം വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാ സർക്കിളും കാര്യങ്ങളും പിന്നെ മൊത്തം ലൈറ്റപ്പ് ഇങ്ങനെ ലൈറ്റ് ചെയ്തിട്ട് ദുബായിയുടെ സുന്ദരിയായ എന്താ പറയുക ദുബായ് ഹാർബർ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്ന ആ രംഗം കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മൾക്ക് അങ്ങോട്ട് തൃപ്തിയാവും. തൃപ്തി എന്ന് വെച്ചാൽ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ദുബായിയുടെ ഉള്ളിൽ നിന്നിട്ടേ ദുബായിനെ കണ്ടിട്ടുള്ളൂ. ദുബായിനെ നമ്മൾ പുറത്ത് നിന്ന് കാണുമ്പോൾ അല്ലേ ദുബായിയുടെ സൗന്ദര്യം നമുക്ക് മനസ്സിലാവാം. അപ്പം ഇതാണ് ദുബായിയുടെ ദുബായിനെ പുറത്ത് നിന്ന് കാണേ എന്ന് പറയുമ്പോൾ ഇതാണ് ദുബായിയുടെ സൗന്ദര്യം. വളരെ അതിമനോഹരമാണ് ഗായ്സ്. അപ്പം അങ്ങനെ കുറേ നേരം അവിടെ ഇവിടെ എന്താ പറയുക ഷിപ്പിൻ്റെ ബാൽക്കണിയിൽ ഇങ്ങനെ കുറേ നേരം നിന്ന് ഒരുപാട് ചെയറും കാര്യങ്ങളും ടേബിൾസും. ഷിപ്പ് ഒരു സംഭവമാണെന്ന് ഞാനിപ്പോഴാണ് അറിഞ്ഞത് ഗായ്സ്. ഷിപ്പ് വളരെ രസമാണ്. ഒപ്പേര ഹൗസിൻ്റെ മൂന്നാമത്തെ നിലയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, കുറേ നടന്നപ്പോൾ ടയർഡായി. എങ്ങനെയുണ്ട്? സൂപ്പർ, പൊളി. എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണോ? ഞാൻ സെക്കൻഡ് ടൈം. ഞാൻ ഫസ്റ്റ് ടൈം. ഇതാണ് അളിയ. ഇത് എത്ര മീറ്ററാണ്? 250 മേലാണ്ട് വരും. 250 മീറ്റർ. ഇത് ജർമ്മൻ 1000 ക്രൂ ഉണ്ട്, 4500 പാസഞ്ചർ. ജർമ്മൻ കമ്പനി ഉണ്ട് അല്ലേ? പേര് ഐഡ. മിറ്റ്സുബിഷി ഉണ്ടാക്കി, ജപ്പാനിൽ ഉണ്ടാക്കിയത് മിറ്റ്സുബിഷി. നിങ്ങൾ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത് ഇവിടെ? കിച്ചണിലെ ഷെഫായിട്ട്. ഓക്കെ, വെരി ഗുഡ്. എനിക്ക് അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ 7ാമത്തെ ഫ്ലോറിലെത്തി. 7ാമത്തെ ഫ്ലോറിൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാണ്. എല്ലാത്തിനും ഓരോരോ ബാക്ക്ഗ്രൗണ്ട് ആട്ടോ ഈ ഷിപ്പിൽ. ഇപ്പം എന്ന് വെച്ചാൽ ചില സ്ഥലത്ത് പോയ മഞ്ഞ, പച്ച, പലതരം കളറാണ്. ഇപ്പം ഇത് വാഷ്റൂമാണ് ഇവിടുത്തെ കപ്പലിലത്തെ വാഷ്റൂം. അതും നമുക്ക് കാണാം എങ്ങനെയാണ്. അത് ജസ്റ്റ് കൈ വെച്ചിട്ട് ഓപ്പൺ ആക്കണം. ചെറിയൊരു വാഷ്റൂം ഇട്ടാ, അത്ര വലുതൊന്നുമല്ല. അപ്പോൾ അതൊക്കെ കണ്ട് നേരെ റിട്ടേൺ വന്ന് വീണ്ടും ഈ ഒപ്പേരയുടെ ഭാഗമാണ് ഒന്നുകൂടി സ്പേസ്, നല്ല വലിയ സ്പേസ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തോന്നുന്നു ഒപ്പേരയുടെ ഈ ഭാഗത്താണ് വന്ന് നിൽക്കുന്നത്. ചിലപ്പോൾ ഇവിടെ പരിപാടികൾ എന്തെങ്കിലും നടക്കും, മേ ബി. അവിടെ അവിടുത്തെ സ്ക്രീനിലുണ്ട് ഇത്ര ടൈമിൽ ഇങ്ങനെ പരിപാടികൾ നടക്കുന്നൊക്കെ. നമ്മളിപ്പോൾ അതൊന്നും കാണാൻ നിൽക്കുന്നില്ല. ഒന്നാമത് നമ്മൾക്ക് ആകെ 3 മണിക്കൂർ 4 മണിക്കൂർ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വന്നത് ഇവിടുത്തെ കാസിനോ, കപ്പലിലത്തെ കാസിനോ. വലിയ ഒരു സംഭവം. ഞാൻ ആദ്യമായിട്ടാണ് ഈ കാസിനോ കാണുന്നത്. എന്ന് വെച്ചാൽ കാസിനോ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മൾ മുന്നേ കേട്ട് പരിചയമുള്ളൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ മുംബൈയിലൊക്കെയാണ് ഈ കാസിനോ ഉള്ളതെന്നല്ലാണ് പറഞ്ഞത്. അപ്പം നമ്മൾ വീണ്ടും മേലേക്ക് വന്നിട്ടാ. മേലെന്നല്ല, ഈ കപ്പലിൽ മൊത്തം റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളാണ്. റെസ്റ്റോറൻറ്റ്, ബാർ, അങ്ങനത്തെ കാര്യങ്ങളാണ്. എല്ലാ ഫ്ലോറിലും വ്യത്യസ്തമായിട്ട് അവർ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ട് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാർസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്. അപ്പോൾ മെയിൻലി കപ്പൽ യാത്ര ചെയ്യുന്നവരെന്ന് വെച്ചാൽ കൂടുതലും ഫുഡും കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ ബാറുകൾ, ക്ലബ്ബുകൾ. ഇപ്പം വേറൊരു ക്ലബ്ബ്, അതിൻ്റെ ഉള്ളിൽ തന്നെ ക്ലബ്ബാണിത്. ക്ലബ്ബ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും മറ്റേ ഡിസ്കോ അങ്ങനെ ക്ലബ്ബാണെന്ന്. ആ ഒരു ക്ലബ്ബല്ല, ഇതൊരു ഗെയിമിംഗ് ക്ലബ്ബാണെന്നാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ കുട്ടികൾ അവിടെ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉള്ളിൽ നേരെ പോയാൽ അവിടെ തന്നെ വേറെ കുറേ ഗെയിംസും കാര്യങ്ങളും ഇരിക്കാനുള്ള സ്ഥലങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു.
മെല്ലെ ഏറ്റവും റൂഫ് ടോപ്പിലെത്തിയപ്പോഴാണ് അവിടുത്തെ കപ്പലിലെ മെയിൻ സ്വിമ്മിംഗ് പൂൾ. അപ്പം ഇതൊക്കെയാണ് കപ്പലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പം ഇതാണ് സ്വിമ്മിംഗ് പൂൾ കപ്പലിലുള്ള. അപ്പോൾ ഇത് ഏറ്റവും മേലെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടുന്ന് മൊത്തം ചുറ്റും കാണാൻ പറ്റും കേട്ടോ. എന്ന് വെച്ചാൽ ഏറ്റവും മേലായതുകൊണ്ട് അറിയാമല്ലോ, ഫുള്ളായിട്ട് കപ്പൽ 4 സൈഡും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് പൂളിൻ്റെ അവിടെ ഭയങ്കര നല്ല രസമായിരുന്നു കാണാൻ. ചെറിയ എന്താണ് വൈൻ ഷോപ്പുകളും ബാറുകളൊക്കെ ഉണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിച്ചിട്ട് പൂളിൽ ഇറങ്ങാം, പുറത്തത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതിവിടെ ആൾട്ട് ചെയ്ത് ഇട്ടിട്ടാണ് ഈ ഷിപ്പ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവർ പറഞ്ഞത് ഇത് അടുത്ത മാസം അങ്ങനെ എന്തോ പോകുന്നതാണ്. അപ്പോൾ ഇതന്നെ നമ്മൾക്ക് ഒരുപാട് കാഴ്ചകൾ മേലെ നിന്ന് ദുബായിയുടെ കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. ഇതിപ്പോൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ലൊരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. വെച്ചാൽ ഞാനൊരു ഫോട്ടോഗ്രാഫറാണല്ലോ. അപ്പോൾ ആ ഒരു ഫോട്ടോഗ്രാഫിയുടെ ആ ഒരു ഇത് അവിടെ ഒരു സ്റ്റാച്ചു നമ്മൾ കണ്ടു. അത് നല്ലൊരു ഇതായിരുന്നു അത് നല്ല. അപ്പോൾ അവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റും കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും കൂടുതൽ. അപ്പോൾ ഈ ഒരു ഏരിയ എനിക്കിഷ്ടമായി. ഇത് നല്ലൊരു വൈബുള്ള സ്ഥലം പോലെ തോന്നി. നല്ല രസമുണ്ട് കാണാൻ. പൂളിലൊക്കെ കുളിച്ച് ആർമാദിച്ച് എന്താ പറയുക, വീണ്ടും ഈ ബാൽക്കണിക്ക് തന്നെ വന്നു. ബാൽക്കണി ഒരു രസമായിട്ട് തോന്നുന്നുണ്ട്. ബാൽക്കണിയിൽ കുറേ നല്ല കാറ്റിങ്ങനെ വന്ന് തലോടി കുറേ നേരം അവിടെ ഇങ്ങനെ നിന്നപ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം. എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു വൈബ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ദാറ്റ്സ് വൈബ്. അങ്ങനെ ഒരുപാട് നേരം അവിടെ നിന്നപ്പോഴാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ബാൽക്കണിയുടെ സൈഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ കാണാം കുട്ടികൾ കളിക്കുന്ന വേറൊരു റൂഫ് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട്. പിന്നെ കപ്പലിൽ നിന്ന് തന്നെ ഒരു എക്സ്റ്റെൻഡ് ആക്കിയിട്ട് എന്ന് വെച്ചാൽ നമുക്ക് അടിഭാഗമെല്ലാം കാണാൻ പറ്റുന്ന ഒരു രീതിയിൽ ചെറിയൊരു ബാൽക്കണി അവിടെ ഉണ്ട്. അതിൽ കൂടി നടക്കുമ്പോൾ നമുക്ക് അടിയത്തെ റോഡും കാര്യങ്ങളൊക്കെ കാണാം. എന്ന് വെച്ചാൽ ഇത് ശരിക്കും വെച്ചാൽ നമ്മൾ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ഇതിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ വേറെ വൈബായിരിക്കും. എന്ന് വെച്ചാൽ അടിയിൽ നമ്മൾക്ക് വെള്ളം കാണാൻ പറ്റും. അടിയിലത്തെ നമ്മൾ വെള്ളത്തിൻ്റെ മേലെ അതൊരു ഗ്ലാസ് ടൈപ്പ് ഓഫ് ഒരു ബാൽക്കണിയാണ്. അപ്പോൾ നമ്മൾ അതിൽ കൂടി നടക്കുമ്പോൾ നമ്മൾക്ക് വെള്ളം അടിയിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് നേരം അവിടെ നിന്ന് ഞാൻ കുറേ ഷൂട്ട് ചെയ്ത് അപ്പോൾ ഇവിടെ നിൽക്കാനാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. എന്ന് വെച്ചാൽ ഇതിൻ്റെ വലതു ഭാഗത്ത് നിന്ന് വെച്ചാൽ ദുബായിയുടെ ആ കരഭാഗത്തുള്ള വ്യൂസ് കാണാം. ഇടതുഭാഗം എന്ന് വെച്ചാൽ കടലിലേക്ക് ഇറക്കിയെടുത്ത സ്ഥലത്തെ ബിൽഡിങ്ങും കാര്യങ്ങളും കാണാം. ഇതൊക്കെ തോന്നുന്നൊരു കൊട്ടാരം പോലെയാണ് തോന്നുന്നത്, എന്താണെന്നറിയില്ല. വ്യൂ ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ആ ബാൽക്കണിയിൽ തന്നെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കുറേ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടുന്ന് ആ കപ്പലിൻ്റെ ആ സൈഡ് ഭാഗം അതൊക്കെ കാണാം. മുഴുവനായിട്ടുള്ള ആ ഒരു വ്യൂ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം അവിടെ തന്നെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് നിന്ന് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തിയെടുത്ത് ഉള്ളിലേക്ക് വീണ്ടും കയറിയപ്പോൾ നേരത്തെ കാണിച്ചു തന്ന കുട്ടികൾ കളിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ ആൾക്കാർക്ക് ഇരുന്ന് വാച്ച് ചെയ്യാൻ വേണ്ടി ഒരു ബിഗ് സ്ക്രീനും കുറച്ച് ഇരിക്കാനുള്ളപ്പോൾ ഫുട്ബോൾ കളിയെല്ലാം ഉണ്ടാകുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. അങ്ങനെ പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ ഒരു ബുഫേ സിസ്റ്റം ആയിരുന്നു. നമ്മൾക്ക് അവിടെ നിന്ന് നല്ല കിടിലം ഫുഡായിരുന്നു. അത് പറയണം എന്ന് വെച്ചാൽ നല്ല ഫുഡായിരുന്നു. സാധാരണ ഒരു ബുഫേ ഒന്നും ആയിരുന്നില്ല, പേരിനൊരു ഫുഡ് എന്നല്ല, നല്ല ഫുഡായിരുന്നു. അങ്ങനെ കപ്പലിൽ ഒരുവിധ കാഴ്ചകളൊക്കെ കണ്ടിട്ട് എന്താ പറയുക, സൂപ്പറായിരുന്നല്ലോ അത്. ഇതും ഒരു ബാറാണ് കപ്പലിൻ്റെ ഉള്ളിൽ. പക്ഷേ ഈ ബാറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ മാൻ മെയ്ഡ് ബിയർ ഉണ്ടാക്കുന്നുണ്ട് അവർ. അങ്ങനെ ഓൾമോസ്റ്റ് കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങാനുള്ളൊരു ഇതിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് കപ്പലിലെ ഹോസ്പിറ്റലാണിത്. അത്യാവശ്യം വലിയ ഹോസ്പിറ്റൽ തന്നെയാണ്. കാണുമ്പോൾ കുറേ നീളത്തിൽ കിടക്കുകയാണ് ഹോസ്പിറ്റൽ. അപ്പോൾ അതൊന്നും കൂടുതൽ കാണാനൊന്നും പറ്റിയില്ല, നമ്മൾക്ക് ഇറങ്ങേണ്ട ടൈമായി. അങ്ങനെ കപ്പലിലത്തെ ഹോസ്പിറ്റൽ ഇതൊക്കെ കണ്ടു. എന്താ പറയുക, ആദ്യമായിട്ടാണ് കപ്പലിൽ കയറിയത്. അതിൻ്റെ ഒരു അനുഭൂതി പറയാൻ വയ്യ. ഞാൻ വേറൊരു കാര്യം, കപ്പലിൽ സ്റ്റാർബക്സ് ഉണ്ട് കേട്ടോ. സ്റ്റാർബക്സിൻ്റെ ഒരു ബോർഡ് കണ്ടോ അവിടെ.
സ്റ്റാർബക്സ് കോഫി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.